ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ഛൻ പുറത്തു പോയപ്പോഴത്തേക്കും കുറേ മത്തി മേടിച്ചോണ്ട് ഈ മത്തിക്ക് 50 രൂപയാണ് കേട്ടോ. ഒത്തിരി മത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മത്തി സീസൺ ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ ഇഷ്ടംപോലെ മത്തി മേടിച്ചോണ്ട് വന്നു കേട്ടോ. 50 രൂപയ്ക്ക് ഇത്രയും കിട്ടി. അപ്പൊ ഇതിന്ന് നമ്മള് പറ്റിച്ച് കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. പറ്റിച്ച മീൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കറി വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അച്ഛനാണ് എനിക്ക് മത്തി വെട്ടിത്തന്നതും തേങ്ങ ചിരകി തന്നതുവേ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കേട്ടോ. ഉപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും ഉപ്പിട്ട് കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ അഴുക്കെല്ലാം അങ്ങ് ഇറങ്ങി വരും. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചട്ടിയാണ് കേട്ടോ. നമ്മൾ ഓച്ചിറയിൽ നിന്ന് മേടിച്ച ചട്ടിയാണിത്. അപ്പോൾ പുതിയ ചട്ടിക്കകത്ത് തന്നെ ഉദ്ഘാടനം നമ്മുടെ മത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മത്തിയെല്ലാം നല്ല ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകുവാണേ. ഈ ഉപ്പിടുമ്പോൾ തന്നെ ആ മത്തി അങ്ങോട്ട് വെളുത്ത് പാറും. ഒരു തിളക്കമൊക്കെ വരുന്ന പോലൊക്കെ തോന്നും. അതുകൊണ്ട് ഉപ്പ് അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുത്തേ. വലിയ മത്തിയൊന്നും അല്ല കേട്ടോ, ഇടത്തരം മത്തിയായിരുന്നു. ചിലയിടത്തൊക്കെ ചാളയെന്ന് പറയും, ചിലയിടത്ത് മത്തി എന്ന് പറയും. ഇവിടെയൊക്കെ മത്തി എന്നാണ് പറയുന്നത്. കൂടുതലും കൊച്ചുമത്തിയൊക്കെ നമ്മൾ പറ്റിക്കുക ചെയ്യുന്നത്. പറ്റിക്കുക എന്നുള്ളതിന് പല നാട്ടിൽ പലത് പറയും. നമ്മുടെ കറി കുറച്ച്, ഗ്രേവി കുറച്ച് നമ്മൾ വറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയുവേ. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വറുക്കാനും കുറച്ചെടുത്ത് വറ്റിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വറ്റിക്കുക എന്ന് പറഞ്ഞാൽ മീൻ പറ്റിക്കുക, മീൻ പറ്റിച്ചെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ഗ്രേവി കാണാത്ത രീതിയിൽ നമ്മൾ മീൻ പീര എന്നൊക്കെയാണ് ചിലർ പറയാറ്. ചിലർ പറ്റിക്കുക എന്ന് പറയും, ചിലർ മീൻ പീര എന്ന് പറയും. അപ്പം നമ്മളിത് മീൻ പീര വെക്കാൻ വേണ്ടിയിട്ടോ, അപ്പോൾ പലരും പല രീതിയിലല്ലേ പറയുന്നത്. അപ്പം നമ്മൾ എല്ലാവർക്കും കൂടെ കണക്കാക്കി പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരകി തേങ്ങയ്ക്കകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും സവാളയും അരച്ച് അങ്ങോട്ട് ചതച്ചെടുത്തിട്ട് നമ്മുടെ മീനകത്തോട്ട് ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് വിട്ട് പുളി വിട്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ലേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി. എന്നിട്ട് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചങ്ങോട്ട് എടുക്കുക. അതാണ് നമ്മുടെ പറ്റിച്ച മീൻ. അപ്പോൾ ഇതൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഞെരടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും പിന്നെ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും കറി റെഡിയാകും. ഒരു 15 മിനിറ്റ് നേരം നമ്മൾ അടുപ്പിൽ വെക്കണം. ആ സമയത്ത് നമ്മൾ ഇപ്പുറത്ത് തന്നെ നമ്മൾ മീൻ വറുക്കാനും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. മീൻ ഇവിടെ വരയാതെയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. കാരണം ഈ കൊച്ചുമത്തിക്കകത്ത് എന്ത് വരയാനാ, അതുകൊണ്ട് തന്നെ മീൻ അങ്ങനെ വറുത്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ മീൻ പറ്റിച്ചതും മീൻ വറുത്തതും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്തോണ്ടിരിക്കുവാണ്. ഈ മീൻ മത്തി വറ്റിച്ചതിനകത്ത് നമ്മൾ കുരുമുളകും കൂടെ അരച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഈ വറുത്തതിനകത്തും കറി വെച്ചതിനകത്തും ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ ഡബ്ലോളിക്ക അച്ചാർ അല്ലെങ്കിൽ ലൂബിക്ക അച്ചാർ എന്ന് പറയുവേ, നമ്മുടെ ഡേറ്റ്സും കൂടി ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും നമ്മുടെ ചോറും നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ മോരുകറിയാണേ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മീൻ പറ്റിച്ചത് നമ്മൾ പാത്രം അങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ നല്ല ചൂട് പാറുമായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മളെടുത്ത് ഇതിനകത്തോട്ട് വെക്കുന്നുണ്ടേ. മീൻ പറ്റിച്ചതും പിന്നെ നമ്മുടെ അടിപൊളി മീൻ ഫ്രൈയും ആയിരുന്നേ, മത്തി ഫ്രൈയും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് പറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പിന്നെ തിന്നാനും പറ്റത്തില്ല, വായിലോട്ട് ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേണം വറ്റിച്ചെടുക്കാൻ. പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. നമ്മുടെ മത്തി പറ്റിച്ചതും മത്തി ഫ്രൈയും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ലഞ്ച് റെസിപ്പീസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അച്ഛൻ 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞാണ് തിരികെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.